എന്തെങ്കിലും ഉണ്ട്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് യൂട്യൂബിൽ എങ്ങും കണ്ടിട്ടില്ലാത്ത ഒരു ഫ്രഷ് വീഡിയോ ആണ്. വിച്ച് ഈസ് ഹൂ നോസ് മീ ബെറ്റർ, സച്ചുനാണോ സാന്ദ്രയ്ക്കാണോ ഇന്ന് എന്നെ അറിയാൻ പോകുന്നത് നമ്മുടെ ടെസ്റ്റാണ്. സച്ചു കുറച്ച് അടുത്തിരുന്ന് ഞാൻ ചെയ്തില്ല. മൈക്ക് കുടിച്ചോ, ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാം. നിങ്ങൾക്ക് ആർക്ക് ഏറ്റവും കൂടുതൽ ഉണ്ട് പോയിന്റ്സ് ആർക്കാണ് അവർ വിൻ ചെയ്യും. ആൻഡ് തെറ്റുത്തരം പറയുന്ന മീൻസ് തോറ്റയാൾക്ക് പണിഷ്മെന്റ് ഉണ്ട്. ഓക്കെ, എനിക്ക് തോന്നുന്നു സച്ചായിരിക്കും നോക്കാൻ പോകുന്നതെന്ന്. ഓക്കെ, ഇവിടെ 20 ക്വസ്റ്റ്യൻസ് ഞാൻ എഴുതിയിട്ടുണ്ട്. സോ ഞാൻ അത് ചോദിക്കും, നിങ്ങൾ രണ്ടും കറക്റ്റ് ആയിട്ട് ഉത്തരം പറയണം. ഉത്തരം പറയേണ്ട എങ്ങനെയാന്ന് വെച്ചാൽ ആർക്കാണോ അറിയാവുന്നത് അവർ കൈ വെക്കുക. ചാടിക്കയറി ഉത്തരം പറയണ്ട, മനസ്സിലായോ? കൈ വെക്കിയാ മതി. മൈക്ക് കുടിച്ചോ. അതിങ്ങനെ പിടിച്ചെന്ന് ചോദിച്ചു. ഹലോ, നോക്കല്ലേ രണ്ടൊരു ക്വസ്റ്റ്യൻ കേട്ടോ. ഞാൻ ഇതിൽ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. എന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഓക്കെ, എന്റെ ഫേവറേറ്റ് മൂവി ഞാൻ ഈയിടെ കണ്ടതിൽ റീസെന്റ് ആയിട്ടുള്ള എന്റെ ഫേവറേറ്റ് മൂവി ഏതാ? അറിയാവുന്നൊരു കൈ പൊക്കിയാ മതി. ആ, റീസെന്റ് ആയിട്ട് ഞാൻ കണ്ടതില് പുതിയ പടത്തില് ഓക്കേ, അവിടെ സാന്ദ്രയ്ക്കാണ് നമുക്ക് പോയിന്റ്. നോക്കില്ല കേട്ടോ, സാന്ദ്രയ്ക്കാണ് നമുക്ക് അവിടെ പോയിന്റ് ഉള്ളത്. സാന്ദ്രയ്ക്ക് 1 പോയിന്റ് ആയിരുന്നു ആ കൂട്ടത്തിൽ കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, എന്റെ വീഡിയോസ് ഒന്നും കാണാറില്ലല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞത് എന്റെ ഫേവറേറ്റ് മൂവി കാന്താരയാന്ന്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, എന്റെ ഫേവറേറ്റ് ലേസിന്റെ ഫ്ലേവർ. ഞാൻ ലേസ് അങ്ങനെ കഴിക്കത്തില്ല, പക്ഷെ എനിക്ക് ഫേവറേറ്റ് ഒരു ഫ്ലേവർ ഉണ്ട് അതിന്റെ. ഗ്രീൻ കളറാ. അയ്യോ, ഞാൻ അത് ഇവള് പറയുമായിരിക്കും ഗ്രീൻ എന്ന്. ഓക്കെ, രണ്ടുപേർക്ക് ടൈ ആയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാം. ഇത് നിങ്ങൾ രണ്ടുപേരും പറയുമോന്ന് എനിക്ക് അറിഞ്ഞൂടാ, എന്നാലും നോക്കാം. സച്ചു ചിലപ്പോ എന്റെ സോഡിയാക് സൈൻ അടുപ്പിച്ച് പിടിച്ച് പറയണേ, അതെങ്കിൽ കേക്കത്തില്ല. ഞാൻ ചോദിച്ചു നീ പറ, ഉത്തരം പറ, ആർക്കും അറിയാവുന്ന. സോഡിയാക് സൈൻ എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് മലയാളത്തില് ഓരോ നാളുകളൊക്കെ ഇല്ലേ? ഇപ്പം എന്റെ നാളേതാ? എന്നാ അത് പറഞ്ഞാലും മതി. ഇല്ല, അവളാ പറഞ്ഞത്. കുഴപ്പമില്ല, മലയാള മാസത്തിന്റെ പറഞ്ഞൊരു സാന്ദ്രയ്ക്ക് പോയി. അവിടെ സച്ച് പൊട്ടി. എനിക്കറിയിക്കോട് സാന്ദ്ര ജയിക്കത്തുള്ളൂ. സാന്ദ്രയ്ക്ക് വേണ്ടി തന്നെ പ്രിപ്പയർ ആക്കിയത് പോയിട്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കല്ലേ ഗൈസ്, ഞാൻ എഴുതി വെച്ചിരിക്കുന്ന ആളോ. ഓക്കെ, ഇത് ചിലപ്പോ സച്ചുവിന് ക്രാക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും. എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സിന്റെ പേര് ഗ്രിറ്റിൻ. കൈ പൊക്കിയായിരുന്നു. അവക്കറിയാം, നിനക്കറിയാം, നിനക്ക് അവരെ നേരത്തെ പോലെ അറിയാം. ഇവക്കറിയാം ഗ്രിറ്റിന്. പിന്നെ മറ്റേ നമ്മളന്ന് പോയ ചേച്ചിയുടെ വീട് രാജസ്വിൻ. അത് നീ ഹെൽപ്പ് ചെയ്തോണ്ട് രണ്ടുപേർക്ക് ആരും മാർക്ക് ചെയ്ത. ഓക്കെ, അങ്ങനെ പറഞ്ഞല്ലോ. ഓക്കെ, ഞാനൊരു വീഡിയോയിൽ ഈയിടെ പറഞ്ഞായിരുന്നു, അതിന്റെ ഉത്തരം നിങ്ങളത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയും. എന്റെ 2026 റെസൊല്യൂഷൻ എന്താണ്? 2026 നമുക്ക് ഓരോ തീരുമാനം എടുക്കൂലോ നമ്മള്. അപ്പൊ എന്റെ 2026 റെസൊല്യൂഷൻ, കഴിഞ്ഞ വർഷത്തെ എന്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് കാർ എടുക്കുന്നതായിരുന്നു. ഞാൻ അതെടുത്തു. ഇനി 2026 ഒരു റെസൊല്യൂഷന്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അല്ല മീൻസ് ഒരു വീഡിയോയിൽ ഉണ്ടായിരുന്നു ആ പാർട്ട്. ഒരു പുതിയ വീഡിയോ നോക്കണോ? അതുണ്ട്, അല്ലാതെ അതുണ്ട്. വൺ ഓഫ് തന്നെ ഉള്ളു. വീട് വെക്കണം, യെസ് ഉണ്ട്. നമ്മുടെ ഇപ്പത്തെ വീട് പുതുക്കി പണിയണം എന്ന് എനിക്കുണ്ട്. അതല്ല, അത് അടുത്ത വർഷം എന്തായാലും നടക്കത്തില്ലല്ലോ. അതാണ് 2026 റെസൊല്യൂഷൻ ബേബിയോ അല്ല. കൈ പോക്കിയാ മതി ആരെങ്കിലും. സച്ചുനെ പുറത്ത് വിടണം.
അതുകൊണ്ട് വേറെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഞാൻ സ്കേറി മൂവീസ് ആണോ പ്രിഫർ ചെയ്യുന്നത് അതോ ഹാപ്പി എൻഡിങ് ആയിട്ടുള്ള ഒരു മൂവിയാണോ പ്രിഫർ ചെയ്യുന്നത്? ആർക്കറിയാം? ഹാപ്പി എൻഡിങ്. ഞാനത് സ്കേറി മൂവീസ് പറയും. ഒന്നും അറിയില്ല. ആക്റ്റീവായിട്ട് ഉത്തരം വായിച്ചു. എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ലീസ്റ്റ് എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫുഡ് ഐറ്റം ഏതാണെന്നറിയാം? ഇഷ്ടമില്ലാത്തതോ? ഇഷ്ടമില്ലാത്തത് ചോറ്. ഉപ്പുമാവ്. അല്ല, എനിക്ക് അതിനൊക്കെ എന്തൊരു ഉത്തരവാട്ടോ. എന്തെല്ലാം ഗസ് ചെയ്ത് പറ. പൊറോട്ട. പൊറോട്ട എനിക്ക് ഇഷ്ടമില്ല. പിന്നെ ഇഷ്ടമുള്ള പറഞ്ഞാൽ മതി അങ്ങോട്ട്. അല്ല, പുട്ട്. പുട്ട് എനിക്ക് ഇഷ്ടമില്ല. ഇഷ്ടമില്ലാത്ത ഫുഡ് എനിക്ക് പുട്ട്. നിങ്ങൾക്ക് രണ്ടു കാര്യം മാർക്കില്ല ഗൈസ്. പിന്നെ എനിക്ക് ട്രൈ ചെയ്യണം എന്ന് തോന്നിയിട്ടുള്ള ഒരു ഹോബി, ലൈക്ക് എനിക്ക് അത് ട്രൈ ചെയ്താൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ഹോബി എന്തെങ്കിലും ഉണ്ട് നിങ്ങളുടെ അറിവിൽ? ഏതുണ്ട്? ശരിയാ അതുണ്ട്. നിനക്ക് അറിയാവുന്ന നിനക്ക് പറയാം, കുഴപ്പമില്ല, അത് പാസ് ആയിക്കോളൂ. എനിക്കറിയത്തില്ല. എനിക്ക് തയ്യൽ പഠിക്കണമെന്നുണ്ട്. ഓക്കെ, ഇത് സച്ചു ഉത്തരം പറഞ്ഞില്ലെങ്കില എനിക്ക് എന്തായിരുന്നു ചോദ്യം കൂടെ പോയി. ഒരു സാധനം എനിക്ക് അതില്ലാതെ പറ്റത്തില്ല ജീവിക്കാൻ. അങ്ങനെ ഒരു സാധനം എന്താ? മേക്കപ്പ്. അങ്ങനെ പറയുന്നത് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാനിത് ക്രിഞ്ചി ആയിട്ട് ചോദിച്ചു. സച്ചു അത് ഉത്തരം പറഞ്ഞ് ഞാൻ വിചാരിച്ചു. പക്ഷെ എന്തായാലും പറഞ്ഞല്ലോ ഞാൻ, അതുകൊണ്ട് ഒരു മറുപടി അത്രക്ക് അങ്ങോട്ട് ക്രിഞ്ചാവുന്നു. ഓക്കെ, ഞാൻ എങ്ങനെ ഒരു പേഴ്സൺ, അതായത് എവിടെയെങ്കിലൊക്കെ നമുക്ക് യാത്ര പോകണമെന്നുണ്ടെങ്കിൽ മുൻകൂട്ടി പ്ലാൻ എല്ലാം ചെയ്ത് ഒരു ഇതൊക്കെ ചെയ്ത് അങ്ങനെ പ്ലാൻ ചെയ്യുന്ന ഒരാളാണോ അതോ എടിപിടിന്ന് പെട്ടെന്ന് ഇങ്ങനെ നിന്ന് നിപ്പി എന്നാ പോയേക്കാം പ്ലാൻ ഒന്നും ഇല്ലാതെ പോകുന്ന ഒരു വ്യക്തിയാണോ? ഏത് കൈൻഡ് ഓഫ് പേഴ്സണാ ഞാൻ? പ്ലാൻഡ്. പ്ലാൻ ഇല്ലാതെ പോകുന്ന ഒരാളാണ് ഞാൻ. പ്ലാൻ ചെയ്ത കാര്യങ്ങളൊന്നും നടക്കാറില്ലാത്തോണ്ട് പ്ലാൻ ഇല്ലാതെ പെട്ടെന്ന് പോകുന്ന ഒരാളാണ്. പിന്നെ ഇത് ചിലപ്പോ രണ്ടുപേർക്കും അറിയാവുന്ന, ഞാൻ കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഭയങ്കര ഇച്ചിരി ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഇങ്ങനെ അടുക്കും ചിട്ടയൊക്കെ ഉള്ള ആളാണോ അതോ ഭയങ്കര മെസ്സി ആയിട്ടുള്ള ആളാണോ? അടുക്കും ചിട്ട ഇല്ലാത്ത ആളാണ്. അടുക്കും ചിട്ട ഇല്ലാത്തതോ? ഉള്ളത്. ഞാൻ അടുക്കും ചിട്ടയുണ്ട്. എനിക്ക് വൃത്തിക്കിരിക്കുന്ന കാര്യങ്ങൾ അതാ ഞാൻ തപ്പിന് അവിടെയാണ്. സാന്ദ്രയ്ക്കാ പോയിന്റ് കേട്ടോ. അടുത്തത്, ഞാൻ ഏത് മാസാ ജിം സ്റ്റാർട്ട് ചെയ്തേ? ഒരു 3 മാസം മുമ്പ്. ജൂലൈ. അടുത്ത് വന്നിട്ടുണ്ടെന്നാലും. ഓക്കെ, എന്ത് ടൈപ്പ് ഓഫ് ജങ്ക് ഫുഡാണ് എനിക്ക് ഇഷ്ടം? ഞാൻ ക്ലൂ തരാൻ വേണമെങ്കിൽ. ഓക്കെ, ബർഗർ, പിസ്സ അല്ലെങ്കിൽ KFC. എനിക്ക് ഇഷ്ടമുള്ളത് ചുമ്മാ പാസ്ത. ഈ 4 ഐറ്റം. ഓക്കെ, പാസ്. എനിക്ക് KFC ഒരു താല്പര്യം. പിസ്സ. എനിക്ക് പിസ്സ ഇഷ്ടം. ഞാൻ അത് എപ്പോഴും കഴിക്കാൻ പോകുന്നതല്ല, പക്ഷെ എന്നാലും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ ആരാ? അടുത്തത് എന്നാ, ഇത് ആർക്കും അറിയാവുന്നത്, ഞാൻ ജനിച്ച സ്ഥലം പറ.
ഒക്കെ വെക്കും. എന്നതാ ഇത്? ഇതൊക്കെ എന്നതാണ്? പിന്നെ ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല. അറിയുന്നു. ഇത് നല്ല അത് കട്ട് ചെയ്യണം വയറിലാവും. അത് കട്ട് ചെയ്തിരുന്നാലും അഞ്ച് വന്നിട്ടുണ്ടോ? ഞാൻ ഈ കുഴപ്പമൊന്നുമില്ല. അടുത്ത ക്വസ്റ്റ്യൻ. ഞാൻ ജനിച്ച സ്ഥലം. ഗൈസ് പറഞ്ഞോളൂ. അടുത്തത് ഞാൻ ജനിച്ച സ്ഥലം. വയനാട്. ഓക്കെ പാസ്. വയനാട് ജനിച്ച തിരുവനന്തപുരം. ആ തിരുവനന്തപുരത്തെ ഞാൻ ജനിച്ചു. അവിടെ അവക്ക് പോയിരുന്നു മോനെ വെച്ചു. ഓക്കെ ഇനി അടുത്തത്. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും. അടുത്ത വർഷം അല്ലെങ്കിൽ എനിക്ക് അടുത്തതായിട്ട് എന്തെങ്കിലും ട്രൈ ചെയ്യണം എന്ന് തോന്നിയിട്ടൊരു ക്യൂരിയോസിറ്റി കൂടിയൊരു സാധനം. എനിക്ക് വെളിയിൽ പോണം. അല്ലടാ ഒരു സാധനം പോണെന്നല്ല. എനിക്ക് ചെയ്യണം എന്ന് കുറെ നാളായിട്ട് ഞാൻ പറയുന്നുണ്ട്. എനിക്ക് ഇത് ചെയ്താൽ കൊള്ളാന്നുണ്ട്. ബിസിനസ്. അല്ല വണ്ടി ഓടിക്കാൻ. അല്ല അതുമല്ല. ലൈക്ക് ഞാൻ എപ്പോഴും പറയുന്ന എനിക്കിത് ചെയ്യണം. അപ്പൊ നീ പറഞ്ഞ് നിനക്ക് ഞാൻ ആ പറഞ്ഞ സാധനം പറഞ്ഞപ്പോ ഞാൻ അതിനേക്കാളും നിനക്ക് നല്ലത് വേറൊരു കാര്യം ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഞാൻ ഓർക്കുന്നില്ല ഗൈസ്. കാത് കുത്തുന്നത്. മൂക്കുത്താനായിരുന്നു ഇഷ്ടം. അപ്പൊ സച്ചു കഴിഞ്ഞ് മൂക്കുത്തിയ വൃത്തിയോടായിരിക്കും. അപ്പൊ എന്നോട് പറഞ്ഞു നമ്മുടെ കുത്താൻ പോയി. ഓക്കെ ആർക്കും പോയിട്ടില്ല. ഓക്കെ ആർക്കും പോയില്ല. ഇനി അടുത്തത് നിങ്ങൾ ശരിയാക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കറി അത് മാത്രമാണ്. ബീഫ് കറി. അല്ല. സാമ്പാർ. പരിപ്പ്. അല്ല സാമ്പാർ. പരിപ്പ് എനിക്ക് ഇഷ്ടം. പരിപ്പ് നിനക്ക് ഇഷ്ടമുള്ള സാധനം. എനിക്ക് സാമ്പാറാ ഇഷ്ടം. ഓക്കെ പിന്നെ നമ്മളെല്ലാരും കൂടി ഇരുന്ന് ചെയ്യുന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആക്ടിവിറ്റി. സംസാരിക്കുന്നത്. അല്ല കഴുത കളിക്കുന്നു. കഴുത കളി. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് നിങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. എന്റെ കറണ്ട് ഫോളോവേഴ്സ് ഇൻസ്റ്റാഗ്രാം ആൻഡ് യൂട്യൂബ്. ഇൻസ്റ്റഗ്രാം 2500 സംതിങ്. യൂട്യൂബിലോ 200 or 300. ഞാൻ പറയാം. ഒരു 100 അല്ല 150 യൂട്യൂബില്. അതിൽ കൂടുതലുണ്ട്. 205 ഉണ്ട്. ഇൻസ്റ്റയില് 2K മേലെ കാണും. 2K അല്ല 2K താഴെ ഉള്ളൂ. 2K താഴെ ഉള്ളൂ. ഓക്കെ 2700 പേരുണ്ട് ഫോളോ ചെയ്യുന്നത്. എന്നാ ശരി ഓക്കെ. അപ്പൊ ഓക്കെ. അപ്പൊ സച്ചിന് പണിഷ്മെന്റ് ഉണ്ട് ഗൈസ്. പോകരുത്. എന്താ പണിഷ്മെന്റ് ആയിട്ട് വേണ്ടത്? ഞാൻ മാർക്ക് എത്ര കേട്ടോ. ഇപ്പോഴത്തെ മാർക്ക് കൂടെ. 1 2 3 4 5 6 7 8 9 മാർക്കുണ്ട് സാധനം. 9. സച്ചുവിനുള്ളത് 1 2 3 4 5 5.5 മാർക്കാണ് സച്ചുവിന് ലഭിച്ചിട്ടുള്ളത്. ഇത് ഞാൻ ഇട്ടപ്പോഴേ എനിക്കറിയായിരുന്നു സാധനം ജയിക്കത്തുള്ളത്. പിന്നെ എന്നാൽ സച്ചുവിനെ കിട്ടാൻ വേണ്ടി നമ്മളിങ്ങനെ പലതും ചെയ്യുന്നേ. എന്തായാലും താങ്ക് യു ഗൈസ്. കുറച്ച് പണി സൺഡേ ആയതുകൊണ്ട് കുറച്ച് വർക്കും പണിയൊക്കെ ഉണ്ട്. പോവാണ്. ടാറ്റ. ഓക്കെ ശരി. താങ്ക് യു എല്ലാവർക്കും നന്ദി.